നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? നമ്മളിപ്പോ ബെർലിംഗ്ടൺ ഹാമിൽട്ടൺ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ല, ബെർലിംഗ്ടണിൽ ചെറി ബ്ലോസം തുടങ്ങിയ ഒരു വീഡിയോ നമ്മൾ കണ്ട്. അപ്പം അവിടെ നമ്മൾ പോയി നോക്കും. അവിടെ പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ മൂഞ്ചിയാൽ നമ്മൾ ഹാമിൽട്ടൺ പോകും. അപ്പം ഇവിടെ ഒരാൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. ഒരാൾ നമ്മുടെ കുഞ്ഞാപ്പി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞാപ്പിയുടെ സീറ്റൊക്കെ ഇനി സെക്യൂർ ചെയ്യണം. നമ്മൾ ഇവിടെയാണെങ്കിൽ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. നമ്മളിനി ഇന്ന് നമുക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 10-20 ടെമ്പറേച്ചർ ഉണ്ട് ഇന്ന്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ബെർലിംഗ്ടണിൽ ചെറി ബ്ലോസം കാണാൻ നമ്മൾ വന്നതാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിൽ ഞാൻ ഇവിടെ ഈ പാർക്കിങ്ങിൽ നമ്മൾ പേ ചെയ്യണം. അവിടെ കുറച്ച് മനുഷ്യർ പേ ചെയ്യുന്നുണ്ടോ. $3.5 ആയത് അവിടെ. ഈ കാണുന്ന സ്ഥലം കണ്ടോ, അതോടെ ആൾക്കാർ പേ ചെയ്യുന്നതാണ്. $3.5 ആയത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. 2 പേര് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒരാൾ ഫുൾ ഉഷാറാണ്. കാണിച്ചേരി, ഹായ് കാണിച്ചേ. ഹായ്, വാ നടക്കാം നമുക്ക്. വാ, ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ പ്ലേ ഏരിയ. നമ്മൾ നല്ല വെതറാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ. ആക്ച്വലി അത്യാവശ്യം തണുപ്പുണ്ട്. 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അത് കാരണം ഒരാൾക്ക് ഇവിടെ ഇപ്പോഴേ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ല ഭംഗിയില്ലേ ഇവിടെ. നല്ലൊരു ദിവസം കിട്ടിയതാണ് കുറേ നാൾക്ക് ശേഷം. ഇത്രയും നാൾ ഇവിടെ വിൻ്റർ ആയിരുന്നു. എന്തുതാ നല്ലൊരു വെയിൽ, നല്ലൊരു വെതറുള്ള ദിവസം. ആൾക്കാരൊക്കെ ജോഗിങ്ങും പിള്ളേരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഫാമിലി കുഞ്ഞു പിള്ളേരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. കൊള്ളാം. നമ്മളിവിടെ ശരിക്കും ചെറി ബ്ലോസം കാണാനും, പക്ഷെ ചെറി ബ്ലോസം നോക്കിയിട്ട് ഒരു 4 മരത്തിലേ ഉള്ളൂ. അതിപ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണും. ശരിക്കും നല്ല ബ്ലൂ കളറിലാണ് വെള്ളം. നല്ല രസമുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ 11 സംതിങ് ആണ്. പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കിയിട്ട് ആകെ ഒരു 4 മരത്തിലെ ചെറി ബ്ലോസം ഉള്ളൂ. അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ അടുപ്പിച്ചൊക്കെ കാണാനുണ്ട്. പക്ഷേ ഈ സ്ഥലം നല്ല ഭംഗിയുണ്ട്. ലേക്കൊക്കെ അടിപൊളിയാണ്. കുറച്ച് തണുപ്പുണ്ട്. ഇത് ടെമ്പറേച്ചർ 11 സംതിങ് ആണ്. നമ്മളൊരു ജാക്കറ്റൊക്കെ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന്. ഇവിടെ ഉള്ള എല്ലാവരും ഒക്കെ ജാക്കറ്റ് ഇട്ട് നടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അല്ല, നമ്മൾ മാത്രമുണ്ട് ഇങ്ങനെ സാധാ ഡ്രസ്സിൽ വന്നവർ. നല്ല ടെമ്പറേച്ചർ പ്രതീക്ഷിച്ച് വന്നതാ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കി 19 ഡിഗ്രി ആയിരുന്നു കണ്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ അത്യാവശ്യം തണുപ്പ്. പിന്നെ പോരാത്തിന് നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡല്ലേ, കാരണം നല്ല തണുത്ത ബ്രീസ് അടിക്കുന്നുണ്ട് ഇവിടെ. നേരത്തെ പറഞ്ഞ ഒരു 4 ചെറി മരം ഇല്ലേ, അതാണ് ആ കാണുന്നത്. അതിൻ്റെ താഴെ പോയി കുറച്ച് ഫോട്ടോ എടുത്ത് പട്ടി ഷോ കാണിക്കണം. ബേസിക്കലി നമ്മൾ അതിനാണ് ഇവിടെ വന്നത്, അല്ലേടി? അതെ, അത് ചെറി ബ്ലോസം കണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു 15 മിനിറ്റ്സ് പോയാൽ ഇതിന് നല്ല ചെറി ബ്ലോസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് ഇവിടെ വരെ വരാം, പുതിയൊരു സ്ഥലം കാണാമെന്ന് കരുതി വന്നതാണ്. പക്ഷെ കുഴപ്പമില്ല. ഇതാണ് ചെറി ബ്ലോസം. ഈ ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് കറക്റ്റാണോ പറയുന്നതെന്ന് അറിയില്ല. ഈ സ്പ്രിങ് സീസൺ തുടങ്ങുന്ന സമയത്ത് ആദ്യം ബ്ലൂം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എന്താ പറയുക ട്രീസ്, അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ ഇത് ഭയങ്കര പോപ്പുലറാണ്. അപ്പം ഇത് ബ്ലൂം ചെയ്യുന്നത് ബേസിക്കലി ചെറി സീസണിൻ്റെ തുടക്കം കാണിക്കുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ട് നല്ല വെതറുകളായിരിക്കും കാനഡയിൽ. ബ്യൂട്ടിഫുൾ ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. നമുക്കിനി ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇത്രയും നമ്മൾ ഒരുങ്ങി ഒക്കെ വന്നതല്ലേ. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങളവിടെ ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഒന്നാമത് ഭയങ്കര തണുപ്പ്. അപ്പോൾ ഒടുക്കത്തെ തണുപ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊന്നും ശരിയായില്ല.
പിന്നെ നമ്മുടെ കുഞ്ഞാപ്പി ആദ്യമായിട്ടാണ് പുല്ല് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് കിടന്ന് നീന്തി കളിക്കുന്ന സമയത്ത് ഓരോന്ന് ഇല കിട്ടുന്നതും കൈ കിട്ടുന്നതൊക്കെ വായിക്കാത്ത വയ്ക്കും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറയിൽ ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ചെങ്കിലും ഫോട്ടോ എടുക്കാമല്ലോ എന്നും പറഞ്ഞ് നോക്കിയപ്പോൾ കുഞ്ഞാപ്പീനെ കയ്യിലെടുത്തപ്പോൾ നല്ല നാറ്റം, പണി പാളി, ആളപ്പിയിട്ടു. ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് പോവുക. കാറിൽ പോയിട്ട് വേണം ആളുടെ പാമ്പറൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണം. ഇവിടെ ഒരാൾ തണുപ്പ് കാരണം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് മുഖമൊക്കെ വീർത്ത് തിരിച്ചു പോവുക. ഞാൻ പറഞ്ഞു കാറിൽ പോയിട്ട് കുറച്ചേരൊക്കെ ഇരുന്നിട്ട് വരാമെന്ന്. പക്ഷേ തണുപ്പുണ്ട്, നമ്മൾ ഈ വെള്ളത്തിൻ്റെ അടുത്തായതുകൊണ്ടേ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം വിചാരിക്കുന്ന അത്രയും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കൊള്ളാം, ഒരു ഡേ ഔട്ട് കൊള്ളാം. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഫോട്ടോ കിട്ടിയില്ല. ക്യാമറയൊക്കെ ആയിട്ട് മറ്റേ ക്യാനൻ്റെ SLR ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അട്ടർ ഫ്ലോപ്പ്. നോക്കട്ടെ, കുറച്ച് നല്ല ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് കാണിക്കാം. ചുണ്ട് നമുക്ക് കാറിപ്പോൾ പാമ്പർ മാറ്റാം നമുക്ക്. നിങ്ങൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോ? ഇവിടുത്തെ നമ്മളിപ്പോൾ ബർലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത് ബർലിംഗ്ടൺ ഡൗൺ ടൗൺ ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ഡൗൺ ടൗൺ പാസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ തൊട്ടടുത്താണ് ഇത് ഡൗൺ ടൗൺ ഏരിയ. ഇനി എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നോക്കട്ടെ, പറ്റുമെങ്കിൽ അനിയൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം, നിങ്ങളെ കാണിക്കാം. വ്ളോഗ് കുഞ്ഞു ഉറക്കുക, ഷുണ്ണാപ്പി ഉറക്കുക. ഇതാണ് ഓക്ക്വിൽ. ഒരുത്തൻ കോപ്പൊക്കെ കഴിഞ്ഞ് അടുത്ത പണിക്ക് പോകാനായിട്ട് നിൽക്കുക. 7 മണിക്ക് നമ്മളിവിടെ വന്നതിന് ഒരു കാര്യമുണ്ട്. ആൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അപ്പം ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇലക്ട്രിക് സ്കൂട്ടർ നീ ഇതുമായിട്ടാണ് ഇന്ന് ജോലിക്ക് പോകാൻ പോണേ? സൂക്ഷിച്ച് കൊച്ചണേക്കില്ലേ? എടുത്തോ. നമുക്കിത് സാധനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ എടുത്തിട്ട്. ഇതിന് 10-40 കിലോമീറ്റർ റേഞ്ച് ഉണ്ടടാ. ആപ്പിൽ കണ്ടായിരുന്നു ഞാൻ. പോയെ എത്ര സ്പീഡുണ്ടെന്ന് നോക്കട്ടെ. ആരെ വാ, സൂപ്പർ. ഇങ്ങനെയുള്ള സാധനം ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്റ്റുഡൻ്റൊക്കെ ഈ ജോലി കഴിഞ്ഞും കോളേജ് കഴിഞ്ഞൊക്കെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അടുത്തൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങനൊരു സാധനം ഭയങ്കര ഉപയോഗം. വലിയ തണുപ്പില്ല. ഇതാണ് ഓക്ക്വിലിൻ്റെ ഇവൻ താമസിക്കുന്ന വീട്. അയ്യോ, ആ നമ്പർ ഹൈഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നിന്നെ ഒന്ന് തല്ലും ആൾക്കാർ. ഇവിടെ നമ്മുടെ കുഞ്ഞാപ്പിയും ഇവളൊക്കെ കിടന്ന് ഉറക്കമാണ്. നമ്മളിനി ഫുഡ് അടിക്കാൻ പോവും. എടാ, നീ ഫുഡ് അടിക്കാൻ പറ്റാ? ദോശ കഴിക്കാൻ പറ്റാ? ഇല്ലേ? എന്നാൽ ശരി. സൂപ്പർ ഫുഡാ? എന്നതാ ട്രൈ ചെയ്യാം. നമുക്കത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ശരി. ഗൈസ്, നമ്മൾ പ്ലാൻ മാറ്റി. നമ്മൾ അനിയനൊരു സ്ഥലം പറഞ്ഞായിരുന്നു, പക്ഷേ അത് ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ പ്ലാൻ മാറ്റി. നമ്മളിപ്പോൾ മിസിസാഗ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു മലയാളിക്കടയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മലയാളിക്കട. ഇവിടെ പണ്ട് സ്ഥിരം ഞാൻ വരുമായിരുന്നു. ഇവിടെ നമുക്ക് നല്ല മീൽസ് കിട്ടും. ടേക്ക് ഔട്ട് സ്ഥലമാണ്. ഗ്രോസറി സാധനങ്ങളും ഇതും കിട്ടും. അപ്പം നമ്മളിപ്പം അവിടെ വന്നിരിക്കുക. ഞാനിതിൻ്റെ അകത്തൊക്കെ കാണിച്ചു തരാം എന്താ സംഭവമുള്ളത്. ഗൈസ്, നമ്മൾ അരി എടുക്കാനാണ് വന്നത്. പക്ഷേ ഞാനിപ്പോൾ അരി നോക്കിയപ്പം എന്താ ബ്രാൻഡ് ഇവിടെ ഇല്ല. ഇങ്ങനെ ഈ മയിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് ബ്രാൻഡുകളുള്ളത്. ഇത് പണ്ടേ ഇവിടെ വരുന്നതാണ്, പക്ഷെ അതിനൊക്കെ ഇപ്പോൾ വില കൂടുതലാണ്. അതിനേക്കാളും നല്ലത് എനിക്ക് മറ്റേ കഥകളി എന്ന് പറയുന്ന ബ്രാൻഡാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ കടയുടെ ഉള്ളൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം വേണ്ടതും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതുണ്ടോ, അച്ചാറുകൾ, കാപ്പിപ്പൊടി, എണ്ണ, നെയ്യ്,
കോക്കനട്ട് ഓയിലൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. പിന്നെ ഇതിങ്ങനെ കുറേ ഫ്രോസൺ ഐറ്റംസ്, പിന്നെ അതെ പയർ, പരിപ്പ്, അത്യാവശ്യം എല്ലാം ഇവിടെ കിട്ടും. നമ്മൾ പണ്ട് ഇവിടെയൊക്കെ വന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ബ്രാംപ്ടൺ എന്ന സ്ഥലത്ത് അവിടെ ഉണ്ട് അത്യാവശ്യം സാധനം. നമുക്ക് പോയി ഫുഡ് എടുക്കാം. ഇതുണ്ടോ, അത്യാവശ്യം കിടിലൻ ഫുഡുണ്ട് ഇവരുടെ കയ്യിൽ. മീലെടുക്കാം നമുക്ക്. ഇവിടെ അത്യാവശ്യം എത്രയും സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ അതെ നാട്ടിലെ കട്ട്ലറ്റ്, നമ്മൾ സാധനം വാങ്ങിച്ചേ. എന്തോ അടി വാങ്ങിച്ചേ? ചോറ്, കറി, ബീഫ്, പിന്നെ മീൽസ് ആയിട്ട് കിട്ടി. 2 പേർക്ക് വാങ്ങിച്ചു. പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ അരി വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത. നമുക്ക് ബാക്ക് ടു വീട് അല്ലേ ചുണ്ടു? ബാക്ക് ടു വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ഫുഡും വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗായിരുന്നു. അപ്പം ഇനിയും മുന്നോട്ട് വ്ളോഗുകൾ എന്ന് അറിയത്തില്ല. നോക്കട്ടെ, ഇത് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കണം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യണോ വേണ്ട തീരുമാനിക്കാം. അപ്പോൾ ഈ വ്ളോഗ് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഒരു വ്ളോഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അടുത്ത ഇടാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.